ഹായ് ഗായ്സ്, ഗലിപ്രോ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 തേർഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വാശേറി വോട്ടിംഗ് പരേഡാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് പുറത്തുവിടാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 നോമിനേഷൻസ് ആണുള്ളത്. ഈ 9 പേരിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവാത്തുള്ളൂ. അതോടൊപ്പം നിങ്ങൾ ഇന്ന് ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സ്വന്തമായ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇന്ന് രാവിലെ 11 മണി വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അനുമോൾ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അനുമോളിന് വമ്പിച്ച വോട്ട് മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിങ്ങിനെക്കാട്ടും നല്ലൊരു വോട്ടിംഗ് ശതമാനം കയറിയിട്ടുണ്ട്. 4589 വോട്ട് നേടി ഒന്നാം പൊസിഷൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. രണ്ടാം പൊസിഷനിൽ ഷാനവാസ് തന്നെ തുടരുകയാണ്. പക്ഷേ ഷാനവാസ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുമോൾ ഏത് നിമിഷവും വേണമെങ്കിലും ഒന്നാം പൊസിഷൻ കൈക്കലാക്കാവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. 4499 വോട്ട് നേടി ഇപ്പോൾ രണ്ടാം പൊസിഷൻ തന്നെ നിലകൊള്ളുകയാണ്. മൂന്നാം പൊസിഷനിൽ റെന ഫാത്തിമ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. റെന ഫാത്തിമ ആരും വിചാരിക്കാത്ത ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 3789 വോട്ടിന്റെ ഫലത്തിൽ മൂന്നാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുന്നുണ്ട്. നാലാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെ തുടരുകയാണ്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ അക്ബർ ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 3757 വോട്ടിന്റെ ബലത്തിലാണ് തന്റെ നാലാം പൊസിഷൻ നിലനിർത്തിയത്. അഞ്ചാം പൊസിഷനിലേക്ക് അപ്രതീക്ഷിതമായിട്ട് അപ്പാനി ശരത്ത് കയറി വന്നിരിക്കുകയാണ്. ശൈത്യ സന്തോഷിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അഞ്ചാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 3689 എന്ന നല്ലൊരു വോട്ടിന്റെ ബലത്തിലാണ് തന്റെ അഞ്ചാം പൊസിഷൻ ഇപ്പം നിലനിർത്തിയിരിക്കുന്നത്. ആറാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ് ഇപ്പോൾ ഉള്ളത്. ശൈത്യ സന്തോഷ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അപ്പാനി ശരത്തുമായിട്ട് നടന്നത്. എന്നാൽ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിൽ പിന്നിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 3500 വോട്ട് നേടി ആറാം പൊസിഷനാണുള്ളത്. ഏഴാം പൊസിഷനിൽ ശാരികയാണുള്ളത്. ശാരികയ്ക്ക് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 3480 എന്ന വോട്ടിന്റെ ബലത്തിൽ ഏഴാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ്. എട്ടാം പൊസിഷനിൽ സരിക കയറി വന്നിരിക്കുകയാണ്. ഒനിയൽ സാബുവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് തന്റെ 9ാം പൊസിഷനിൽ നിന്ന് 8ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നന്നാണ്. 3375 വോട്ട് നേടി 8ാം പൊസിഷനാണുള്ളത്. 9ാം പൊസിഷനിൽ ഒനിയൽ സാബുവാണ് ഉള്ളത്. ഒനിയൽ സാബുവിന് അടിതെറ്റി 9ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഡേഞ്ചറാണ്. 3306 വോട്ട് നേടിയാണ് ഇപ്പോൾ ഡേഞ്ചർ പൊസിഷനായ 9ാം പൊസിഷനിൽ നിലകൊള്ളുന്നത്.